Hello friends, welcome to my YouTube channel. This is Manoj Gopinath. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ പുതിയതായി തുടങ്ങിയ ഈ ചാനലിലെ 3ാമത്തെ എപ്പിസോഡാണ് ഇത്. മാസ് വെൽനസ് മീഡിയ എന്ന ഈ ചാനലിലൂടെ ഞാൻ നിങ്ങളുമായി വിലയേറിയ അറിവുകൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ചുറ്റുമായി വിവിധ മേഖലകളിൽ ഒളിഞ്ഞും തെളിഞ്ഞും കിടക്കുന്ന നിരവധി സംഭവ വികാസങ്ങളെ നിങ്ങളുടെ മുമ്പിൽ അനാവരണം ചെയ്യുവാനുള്ള എൻ്റെ ഈ എളിയ ശ്രമത്തെ എല്ലാവരും അനുഗ്രഹിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി തുടങ്ങട്ടെ. ഇന്ന് ഞാൻ ഈ ചാനലിൽ അവതരിപ്പിക്കുവാൻ പോകുന്ന വിഷയം മതങ്ങളും മതവിശ്വാസങ്ങളും ആണ്. ഇത് വളരെ സങ്കീർണമായ ഒരു വിഷയമാണ് എന്നെനിക്കറിയാം. പക്ഷേ മാസ് വെൽനസ് മീഡിയയ്ക്ക് ഇതിൻ്റെ പിന്നിലെ രഹസ്യബോധം വെളിപ്പെടുത്താതെ പോകാൻ കഴിയുകയില്ല. എല്ലാ ക്രിസ്ത്യൻ സഹോദരന്മാരും യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നു. എല്ലാ മുസ്ലിം സഹോദരങ്ങളും അള്ളാഹുവിനെ ആരാധിക്കുന്നു. എല്ലാ ഹിന്ദു സഹോദരങ്ങളും വിവിധ രൂപത്തിലുള്ള ദൈവങ്ങളെയും ആരാധിക്കുന്നു. പക്ഷേ ഈ വിശ്വാസികളിൽ ചിലർ പരസ്പരം പറയുന്നത്, ഞാൻ ആരാധിക്കുന്ന ദൈവമാണ് സത്യം, മറ്റു ദൈവങ്ങളെല്ലാം കാപട്യം നിറഞ്ഞതാണ് അല്ലെങ്കിൽ കപടമാണ് എന്നാണ്. എന്നാൽ മറ്റു വിഭാഗം ആൾക്കാർ പറയുന്നത് എല്ലാ ദൈവങ്ങളും ഒന്നു തന്നെയാണ് എന്നുമാണ്. വളരെ സങ്കീർണമായ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് വിശദമായി ഒന്ന് ചർച്ച ചെയ്യാം. ചർച്ച തുടങ്ങുമ്പോൾ തന്നെ ഒരു ചെറിയ കഥ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. കാഴ്ചശക്തിയില്ലാത്ത കുറച്ച് വ്യക്തികൾ ആനയെ വർണ്ണിച്ചപ്പോൾ അത് തൂണുപോലെയും മുറം പോലെയും കുഴൽ പോലെയുമാണ് ആനയുടെ ആകൃതി എന്ന് പറഞ്ഞ കഥ നാം ചെറുപ്പം മുതൽ കേൾക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ദൈവത്തെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യ സഹോദരങ്ങൾക്കും പറയുവാനുള്ളത്. യേശുക്രിസ്തുവിനെ ആരാധിച്ചാലും അള്ളാഹുവിനെ ആരാധിച്ചാലും ഹിന്ദു ദൈവങ്ങളെ ആരാധിച്ചാലും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഒരു പരിധിവരെ നേടിയെടുക്കുവാൻ കഴിയുന്നു. കൂടാതെ മനസ്സിന് സംതൃപ്തിയും സന്തോഷവും സമാധാനവും ലഭിക്കുന്നു. ഒരു രൂപവും പറയാത്ത അള്ളാഹുവിനെ ആരാധിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾക്കും ഒരു രൂപം മാത്രം പറയുന്ന യേശുക്രിസ്തുവിനെ ആരാധിക്കുന്ന ക്രിസ്ത്യൻ സഹോദരന്മാർക്കും വിവിധ രൂപങ്ങൾ പറയുന്ന ഹിന്ദു ദൈവങ്ങളെ ആരാധിക്കുന്ന ഹിന്ദു സഹോദരന്മാർക്കും അവരുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയിലൂടെ സന്തോഷവും സമാധാനവും ലഭിക്കുന്നു. ഇനി വ്യത്യസ്തമായ ഒരു രീതിയിൽ ചിന്തിച്ചാലും ഇതേ ഫലം തന്നെ ലഭിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതായത് രൂപമില്ലാത്ത അള്ളാഹുവിനെ ആരാധിക്കുവാൻ ഹിന്ദു സഹോദരന്മാർ തയ്യാറായാലും ഹിന്ദു ദൈവങ്ങളെ ആരാധിക്കുവാൻ ക്രിസ്ത്യൻ സഹോദരന്മാർ തയ്യാറായാലും യേശുക്രിസ്തുവിനെ ആരാധിക്കുവാൻ മുസ്ലിം സഹോദരന്മാർ തയ്യാറായാലും അവരുടെ പ്രാർത്ഥന ആത്മാർത്ഥമായിട്ടാണെങ്കിൽ സന്തോഷവും സമാധാനവും നേട്ടങ്ങളും അക്കൂട്ടർക്കും ലഭിക്കുന്നു. ഇതിൽ നിന്നും നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ദൈവം ആരാണ് അല്ലെങ്കിൽ ഏത് രൂപത്തിലാണ് എന്നതിലല്ല കാര്യമിരിക്കുന്നത്. ഇന്ന മതത്തിലുള്ളവർ ഇന്ന ദൈവങ്ങളെ ആരാധിക്കണം എന്നതിലുമല്ല കാര്യമിരിക്കുന്നത്. പകരം നാം പ്രാർത്ഥിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണോ എന്നതിലാണ് എല്ലാം അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശ്രദ്ധ ആത്മാർത്ഥമായ പ്രാർത്ഥന എന്ന വിഷയത്തിലേക്ക് കൊണ്ടുപോകേണ്ടി വരുന്നു. എന്താണ് ആത്മാർത്ഥമായ പ്രാർത്ഥന എന്നതിലൂടെ അർത്ഥമാക്കുന്നത്? നമുക്കൊന്ന് പരിശോധിക്കാം. ആത്മാർത്ഥമായ പ്രാർത്ഥനകളും മറ്റും നടക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. തീർച്ചയായും ഈ പറയുന്ന എല്ലാ രഹസ്യങ്ങളുടെയും പിന്നിൽ വളരെ വ്യക്തമായി മുൻതൂക്കത്തോടുകൂടി നിൽക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് പരുവപ്പെടുത്തി നാം എടുത്തിരിക്കുന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനകൾക്ക് വേണ്ടി പരുവപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ മനസ്സ് എന്ന് പറയുന്ന ആ മഹാശക്തിയാണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രധാനമായ ഒരു റോൾ വഹിക്കുന്നതെന്ന് നമുക്ക് ഇതിൽ നിന്നെല്ലാം വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സത്യം, ആരാധനാലയങ്ങളും ദൈവരൂപങ്ങളും
നമ്മുടെ മനസ്സിനെ പരുവപ്പെടുത്തുവാനുള്ള ഒരു ചാർജിങ് സ്റ്റേഷൻ മാത്രമാണ്. ആരാധനാരൂപങ്ങളായ ബാഹ്യ കാഴ്ചകളെക്കാൾ മനസ്സിനെ പരുവപ്പെടുത്തുന്ന മനസ്സിന്റെ ഉൾക്കാഴ്ചകൾക്കാണ് ഇവിടെ പ്രസക്തി എന്ന് നമുക്ക് ബോധ്യപ്പെടുവാൻ സാധിക്കുന്നു. നമുക്ക് പുറം കാഴ്ചകൾ കാണുവാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ കണ്ണുകളാണ്. അതുപോലെ ദൈവികമായ ഉൾക്കാഴ്ചകൾ കാണുവാനും അതിൽ ആനന്ദിക്കുവാനും മനസമാധാനം നേടുവാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ മനസ്സാണ് എന്നും നമുക്ക് ആ ഒരു രഹസ്യബോധം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ആയതിനാൽ മതവും മതഗ്രന്ഥങ്ങളും നാം പോലും അറിയാതെ ഈ മനസ്സുകൾക്കിടയിൽ സൃഷ്ടിച്ച മതിൽക്കെട്ടുകൾ തല്ലി തകർത്തുകൊണ്ട് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട സഹോദരന്മാരും പരസ്പര സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും നിർമ്മലമായ ഒരു നേർച്ചാലായി പിറവിയെടുത്ത് എല്ലാ മനുഷ്യ സഹോദരങ്ങളുടെയും മനസ്സുകളിലൂടെ വലിയ ഒരു സ്നേഹനദിയായി ഒഴുകി പ്രപഞ്ചശക്തിയായ മഹാസാഗരത്തിൽ ചെന്ന് പതിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ രഹസ്യബോധത്തിൻ്റെ പരമസത്യം വെളിപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.